വർക്കലയിൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട സംഭവത്തിൽ ജനങ്ങളുടെ പ്രതികരണങ്ങൾ സ്വാഭാവികമായും അവർക്ക് ആശങ്കയുണ്ട്. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്ത് സുരക്ഷയാണ് ട്രെയിനിൽ ഉള്ളതെന്ന ചോദ്യം നമ്മുടെ മനസ്സിലേക്ക്, ആ ആശങ്ക നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് കേൾക്കാം. പേടിയെന്ന് പറഞ്ഞാൽ പേടി തന്നെ മോളെ. പേടിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മൾ ഇത്രയും പേരൊക്കെ യാത്ര ചെയ്യുന്നതല്ലേ, നമുക്ക് എങ്ങനെ പേടിക്കാതിരിക്കാൻ പറ്റും? നമ്മളെ മക്കളായിരുന്നു നമുക്ക് ധൈര്യമായിട്ട് ട്രെയിനിനകത്ത് കയറ്റി വിടാൻ പറ്റുമോ? ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഓരോ കുടിയന്മാർ മക്കൾക്ക് അറിഞ്ഞുകൂടാ. ഇതിനകത്ത് വന്ന കിടന്ന കുടിയന്മാരെ ഇവിടെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഓട്ടിച്ച് വിടൂല. അന്യ നാട്ടിൽ നിന്ന് വെള്ളം അടിച്ചുകൊണ്ടത് എവിടെയാണ് ചെന്ന് നോക്ക് വന്ന് കിടന്നിട്ട് പെണ്ണുങ്ങളെ ചീത്ത വിളി, അനാവശ്യം പറച്ചില് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള പ്രവർത്തികൾ. അപ്പോൾ നമ്മൾ ഈ മണ്ണിൽ ജനിച്ച് നമുക്കിവിടെ സ്ഥാനമില്ല. അന്യനാട്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരിവിടെ ഊണും കൊടുത്ത് ഊട്ടി ഉറക്കി കട്ടിലും മെത്തയും കൊടുത്ത് ഇവർ ഇവിടെയുള്ള പോലീസുകാർ ഉറക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നാഗർകോവിൽ ഇവിടെ നിൽക്കുന്നു, അപ്പുറത്ത് ഓപ്പോസിറ്റ് വഞ്ചനാടിൻ്റെ ട്രെയിൻ കിടക്കുമ്പോഴും അപ്പുറത്ത് ആ ട്രെയിനിൽ കയറി വൃത്തിയേട് കാണിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഷോക്കായി പോകും. ആദ്യത്തെ സംഭവം ഞാൻ അങ്ങനെ കാണുമ്പോൾ തന്നെ ഷോക്കായി പോയിട്ടുണ്ട്. ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലും അത്ര സുരക്ഷിതമൊന്നുമല്ല. പലരും അറിയാതെയൊക്കെ കയറുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ചില ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നുണ്ട്. മദ്യപിച്ച ആളുകൾ വരിക, ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക, അങ്ങനെ അത്രയും കംഫർട്ടബിൾ അല്ല ട്രെയിൻ യാത്ര. എല്ലാം വെള്ളങ്ങളാണ്. എല്ലാം ഈ ലിക്കറിൽ കുപ്പിയിൽ വാങ്ങിച്ച് മിക്സ് ചെയ്ത് കൊണ്ടുപോയിട്ട് അടിയാണ് പരിപാടി. ഇത് സേഫ് ഒന്നുമല്ല ട്രെയിൻ യാത്ര. ഇന്നലെ ചെയ്തവനെ പിടിച്ച് വല്ല തൂക്കിക്കൊല്ലാൻ നോക്കണം. ഫുള്ള് വെള്ളമുണ്ട്. ഇവിടെയൊക്കെ രാത്രി വന്ന് നോക്കിയാൽ ഈ സൈഡ് മൊത്തം വെള്ളമടിയാണ്. ഇപ്പോൾ ഇവിടെ പാർക്കിംഗ് ആയതുകൊണ്ടാണ് വെള്ളം അടിക്കാത്തത്. ഫുള്ള് വെള്ളമടിയും കിടപ്പും എല്ലാം ഇവിടെ തന്നെ. ഇപ്പോൾ ഇവിടെ പിടിച്ചുകയറി മോഷണം, ബൈക്ക് മോഷണം, പിടിച്ചുകയറി എല്ലാം, പേഴ്സ് അടിച്ചുകൊണ്ട് പോക്കും, ബാഗ് അടിച്ചുകൊണ്ട് പോക്കും. ഇന്നലെ ഒരു ഹിന്ദിക്കാരൻ്റെ പേഴ്സും മൊബൈലും എല്ലാം കൂടി പോയി കരഞ്ഞ് വിളിച്ചുകൂടെ നിൽക്കുന്നതാണ്. ട്രെയിൻ യാത്ര നമുക്ക് ഭയം തന്നെയാണ്. മക്കളെ ഒന്നും ഒറ്റയ്ക്ക് കയറ്റിവിടാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ റെയിൽവേയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കും, നേരെ അപ്പുറത്ത് പോകും, സിവിലിൽ പോകും, സാധനം മേടിക്കും, തിരിച്ചു വരും. ഇതിനകത്ത് തന്നെ വെച്ച് അടിയും ഇത് തന്നെയുണ്ട്. അതുകൊണ്ട് ട്രെയിൻ യാത്ര പൊതുവെ പെൺകുട്ടികൾക്ക് സുരക്ഷിതമല്ല.